നമ്മൾ യാത്രക്കുള്ള ഒരുക്കം പൂർത്തീകരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞത് അറിയിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്ന് സുബഹിസ്കരിച്ച് ഇറങ്ങാനാ. നമ്മൾ സുബഹിന്റെ ശേഷം യാത്രക്കുള്ള സുന്നത്തസ്കാരം ഇല്ല. ഏതില്ല? സുബഹിന്റെ ശേഷം ഏതില്ല. അപ്പൊ നിങ്ങൾ സുബഹിന്റെ ശേഷം ഇറങ്ങണ്ടോല് ഒരു 1.5 മണിക്കൂർ ബാങ്ക് കൊടുക്കണതിന്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ് ഉണർന്ന് നിങ്ങൾ നേരത്തെ എടുക്കണം. നിങ്ങൾ ഇങ്ങനെ ഉറക്കൊഴിച്ച് യാത്ര പറഞ്ഞ് നിങ്ങൾ ഉറക്കൊഴിച്ചിരിക്കരുത്. അതിനാ ഞാൻ ഒരാഴ്ച മുമ്പ് ഒരുങ്ങാൻ പറഞ്ഞത്. 2 ദിവസം മുമ്പ് എന്നെ ബാഗൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞത്. ഇത് വെറുതെ പറഞ്ഞത്. മരുന്നുകളൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ എന്ത് ചെയ്യരുത്? ഉറക്കൊഴിച്ച് ഫീലിംഗ് ആവരുത്. അങ്ങനെ ഇൻഷാ അല്ലാഹ് യാത്രക്ക് നിങ്ങൾ ഒരുങ്ങുമ്പോൾ നിങ്ങൾ നേരത്തെ അലാറൊക്കെ വെച്ച് ഉണരണം. ഒരു 1.5 മണിക്കൂർ മുമ്പ് ഉണർന്ന് ഞാൻ ഇതിലിപ്പോൾ എന്തൊക്കെ കുളിക്കണം? യാത്രൻ്റെ കുളി. ഗവൺമെൻറ്റുകാർക്ക് പിന്നെ 2 ദിവസം മുമ്പ് എത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുളിയും തെളിയൊക്കെ എവിടുന്നുണ്ടാവും? എയർപോർട്ടിൽ നിന്നുണ്ടാവും. ഗ്രൂപ്പുകാർക്ക് അത് ഉണ്ടാവില്ല. ഗ്രൂപ്പുകാർക്ക് എയർപോർട്ടിലേക്ക് എത്താനാണ് പറയുക. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഗ്രൂപ്പിന്റെ ആൾക്കാർ ഇഹ്റാമിന്റെ കുളിയും യാത്രന്റെ കുളിയും പിന്നെ നമ്മൾ ജിദ്ദ കഴിഞ്ഞിട്ട് മക്കത്തേക്ക് കിടക്കുന്നിടത്ത് ഒരു കുളി സുന്നത്തുണ്ട്. മക്കത്തേക്ക് കിടക്കുന്നിടത്ത് സുന്നത്തുണ്ട് ഒരു കുളി. അതൊന്നും അവിടുന്ന് കുളിക്കാൻ പറ്റൂല. അപ്പൊ അതൊക്കെ കൂടി നെയ്യത്ത് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ കുളിക്കുക. ഗ്രൂപ്പിന്റെ ആൾക്കാർ. ഗവൺമെന്റ് എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് പ്ലെയിൻ കയറാൻ ഇറങ്ങാൻ പറയുന്ന സമയത്തിന്റെ ഒരു 2 മണിക്കൂർ നിങ്ങളോട് പറയും. ഒക്കെ അവിടുന്ന് വളണ്ടിയേഴ്സ് പറയും ഒരുങ്ങി പിടിച്ച് റാഹത്താക്കി നിങ്ങൾ നല്ല ഈ സുബഹിയും അസറിന്റെ ശേഷം അല്ലെങ്കിലോ എല്ലാം കഴിഞ്ഞിട്ട് യാത്രന്റെ എന്ത് ചെയ്യുക? സുന്നത്ത് സ്കരിക്കും ചെയ്യും. യാത്രന്റെ സുന്നത്ത് എപ്പോഴാണ് സ്കരിക്കാൻ പറ്റാത്തത്? സുബഹിസ്കാരത്തിന്റെ ശേഷവും അസറുസ്കാരത്തിന്റെ ശേഷവും ഏതില്ല? യാത്രന്റെ സുന്നത്തുസ്കാരം ഇല്ല നമ്മളെ സംബന്ധിച്ച്. അപ്പം അത് നേരത്തെ എന്ത് ചെയ്യുക? അസറുസ്കരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യുക? നമ്മൾ ഒരുങ്ങിയൊക്കെ നിസ്കരിച്ച് റെഡിയാക്കി വെക്കുക. എന്നിട്ട് പിന്നെ ഫർളുസ്കാരം കഴിഞ്ഞിട്ട് പോരും ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അസറിന് ശേഷം മഗ്രിബ് വരെ പിന്നെ എന്ത് യാത്രൻ്റെ സുന്നത്തില്ല കേട്ടോ. അതുപോലെ സുബഹിൻ്റെ ശേഷം സൂര്യ ഉദിച്ചുയരുന്നത് വരെ എന്തില്ല? യാത്രൻ്റെ സുന്നത്ത് നിസ്കാരമില്ല. യാത്രൻ്റെ സുന്നത്തിൻ്റെ നെയ്യത്ത് ഞാൻ യാത്രക്കിൻ്റെ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ ചൊല്ലിയാൽ വജ്ജഹത്ത് ഓതണമെങ്കിൽ ഓതാം, സുന്നത്താണ്. ഫാത്തിഹ ഓതൽ ഫർളാണ്. പിന്നെ അറിയുമെങ്കിൽ ഒരു കുല്യായിൽ കാഫിറൂന ഓത്, സൂറത്ത് ഓതുക. അത് കഴിഞ്ഞ് 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതുക, അല്ലെങ്കിൽ അറിയണ സൂറത്ത് ഓതുക. എന്നിട്ട് അത്തഹിയ്യാത്തൊക്കെ ഓതി സലാം വീട്ടിയിട്ട് നിയ്യത്ത് ചെയ്ത് ദ്വാരക്കുക. പഠിച്ചവനെ, ഞാൻ വലിയൊരു വിഷയത്തിന് മുന്നിട്ട് ഇറങ്ങുകയാണ്. ഇതിൻ്റെ യാത്ര എന്ത് ചെയ്യണം? റാഹത്താക്കി തരണം. മഖ്ബൂലും മബ്റൂറായ നിലക്ക് എൻ്റെ ഹജ്ജും ഉംറകളൊക്കെ പൂർത്തീകരിച്ച് റാഹത്തായി നാട്ടിൽ തിരിച്ചെത്താൻ നീ ഭാഗ്യം നൽകണം എന്ന് ദ്വാരന്നുകൊണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ ചെരുപ്പിൻ്റെ മുകളിലാണ് ചവിട്ടിയിട്ട് പിന്നെ വലത്തെ കാല് ചെരുപ്പാണ്ട് ധരിക്കുക. മനസ്സിലായ? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത്തെ കാല് എവിടേക്കാണ്ട് ചവിട്ടുക, ചെരുപ്പിൻ്റെ മുകളിലാണ്ട് ചവിട്ടി നിന്നിട്ട് വലത്തെ കാല് എന്ത് ചെയ്യുക? ആ ചെരുപ്പാണ്ട് ധരിച്ചിട്ട് പിന്നെ ഇടത്തെ കാല് ചെരുപ്പ് ധരിക്കുക. മനസ്സിലായിക്കണ? അങ്ങനെയാണ് അതിൻ്റെ മസാല. പിന്നെ വണ്ടിയിലൊക്കെ കയറുമ്പോൾ എല്ലാവർക്കും അറിയാം സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ മാ കുന്നാ ലഹു. നിങ്ങൾക്ക് ഞാൻ വേറൊന്ന് അതൊന്നും ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല. ആ ദിക്റൊന്നും ചൊല്ലി പരിചയമുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു 35 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെല്ല. ഏത് യാത്രയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ റാഹത്തായി മടങ്ങി വരാൻ ഏറ്റവും നല്ലതാണ്. വണ്ടി കയറിയിരുന്ന എന്ത് ചെയ്യില്ല? 35 പ്രാവശ്യം എന്ത് ചെയ്യില്ല? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 3 ഫാത്തിഹ ഓതുക, 3 ഖുൽ ഹുവല്ലാഹു ഓതുക, 3 ഫലഖ് ഓതുക, 3 നാസ് ഓതുക. അറിയുമെങ്കിൽ 3 ആയത്തുൽ കുർസി ഓതുക, 3 ഇന്നാ അൻസൽനാഹു ഓതുക. ഇതിലൊക്കെ ആവണം നമ്മുടെ ശ്രദ്ധ. മനസ്സിലായല്ലോ? കൗത്തിലിടുന്ന ബാഗ് മറക്കരുത്. വേറെ ഉള്ളൊക്കെ മറന്നാലും കുഴപ്പമില്ല, അത് മറക്കാൻ പറ്റൂല. അങ്ങനെ വണ്ടി കയറിയാണ്ട് ഇരുന്ന് നമ്മൾ തസ്ബീഹും തഹ്ലീലും ബിസ്മിയും ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു സൂറത്തൊക്കെ ഓതി എന്നിട്ട് പിന്നെ നമ്മൾ ഒരു സലാം പറയാം. അവർക്ക് ഇവിടുന്ന് തന്നെ പറയാം ഒരു സലാം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഏത് വിഷയത്തിന് ഇറങ്ങുമ്പോഴും അത് ചൊല്ലാണ്ട് ഇറങ്ങിയോക്കൊണ്ട് ആ ഒരു കറാമത്തുള്ള സലാമ ആണ് ചൊല്ലി ഇറങ്ങിയാൽ. എന്താ നമ്മൾ ചൊല്ലേണ്ടത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ.
ഇതും ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നേ. ഒക്കെ അവിടേക്ക് ചിന്തിക്കുക, പഠിച്ചവനെ നിൻ്റെ വീട് കാണാൻ നീ എന്നെ വിളിച്ചു. അപ്പം അതിൻ്റെ മുമ്പ് ഒരു മനസ്സിനലട്ടുന്ന ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഇവിടെ പറഞ്ഞ് ഏൽപ്പിച്ച് തീർക്കേണ്ടതൊക്കെ തീർത്ത് എല്ലാറ്റിനും ആളുകളൊക്കെ റെഡിയാക്കി കൃത്യമാക്കിയിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. പിന്നെ ചിന്ത അങ്ങോട്ട് ഇങ്ങോട്ടില്ല. അള്ളാഹു ആ നിലക്ക് തന്നെ ഇറക്കമല്ല പൂർത്തീകരിച്ച് തരട്ടെ. അങ്ങനെ ഇൻഷാ അള്ളാഹ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ വേഗം സാധനമൊക്കെ എടുത്ത് റായത്തായി എല്ലാവരോടും ഒറ്റക്കുള്ള പറച്ചിലൊക്കെ ആദ്യം പറയാം. ഒറ്റക്കുള്ള പറച്ചിലുണ്ടല്ലോ അതൊക്കെ ആദ്യം പറയാം. പിന്നെ പ്രത്യേകം വല്ല ഉമ്മേ വല്യമ്മ ഒക്കെ ഉണ്ടെങ്കിൽ ഓലോടൊന്ന് പറയാം അല്ലേ. ഓലോടൊന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എല്ലാവരോടും കൂടി പറയാൻ കഴിയില്ല. മൊത്തത്തിലൊരു അസ്സലാമു അലൈക്കും നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞ് ഇറങ്ങുക.